السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الواحد القهار الصمد الجبار الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനാധീനരായ ഉസ്താദുമാരെ, മറ്റെൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഗമം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗതനായത്. ഇതിനെനിക്ക് ഭാഗ്യം നൽകിയ പ്രപഞ്ച പരിപാലകനെ ഞാൻ ആദ്യമായിട്ട് സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹീനിൻ വഹാൽ. പ്രിയരെ, സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ എന്ന വിഷയം നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ ഖുർആനിലൂടെ സത്യവിശ്വാസികളെ കുറിച്ച് പലയിടത്തായി പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ ഖുർആനിലൂടെ പറയുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായിട്ടും വിശ്വാസി സമൂഹം വിജയം കൈവരിച്ചിരിക്കുന്നവരാ. എങ്ങനെയാണ് വിശ്വാസി സമൂഹം വിജയം കൈവരിച്ചിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നിസ്കാരത്തിൽ കാണിക്കുന്ന ഖുശൂഅ, അവരവരുടെ നിസ്കാരത്തിൽ കാണിക്കുന്ന ഭയഭക്തിയ, അവരവരുടെ നിസ്കാരത്തിൽ കാണിക്കുന്ന വിനയമാ. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, എന്റെയും നിങ്ങളുടെ നിസ്കാരം അത് കേവലം പൊങ്ങച്ചത്തിന് വേണ്ടിയുള്ളതാണോ? അതല്ല, അത് കേവലം ഉസ്താദുമാരെ ബോധിപ്പിക്കാനുള്ളതാണോ? വളരെ ഗൗരവമേറിയ വിഷയമാ. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ ഖുർആനിലൂടെ പറയുകയോ, വല്ലദീന ഹും അനിൽ ലഅബി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുന്നവരാ, അനാവശ്യ സംസാരത്തെ തൊട്ട് വിട്ടു നിൽക്കുന്നവരാ, വേണ്ടാത്ത വികാര വിചാരങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുന്നവരാ. മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്ന കൂട്ടത്തിൽ അവരെ കാണൂല. മറ്റുള്ളവന്റെ ഏഷണി പറയുന്ന സദസ്സിൽ അവരെ കാണൂല. മറ്റുള്ളവന്റെ അഭിമാനത്തെ ക്ലിപ്തപ്പെടുത്തുന്ന കൂട്ട സ്വറപറച്ചിലുകളിൽ അവരെ കാണൂല. അവരെ നാവുകൾ എപ്പോഴും ദിക്റുല്ലാഹി തആല, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലായിരിക്കും, അല്ലാഹുവിനെ ഓർക്കുന്നതിലായിരിക്കും. നാഥൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറയുകയോ, വല്ലദീന ഹും ലിസകാത്തി ഫായിലൂൻ, സകാത്ത് അധികരിപ്പിക്കുന്നവരാ. ബദർ യുദ്ധരണാങ്കളത്തിൽ മുസ്ലിങ്ങൾക്ക് കേവലം ഒരു കുതിര മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണശേഷം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്ക് ഇസ്ലാമിന്റെ താക്കോലുകൾ ഏൽപ്പിച്ചു നൽകുമ്പോൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരാൾ പോലും സക്കാത്തിന് അവകാശിയല്ല, ഒരാൾ പോലും സ്വതക്ക സ്വീകരിക്കാൻ അർഹരല്ല. എന്തേ കാരണം? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു അജണ്ടയുണ്ടായിരുന്നു. എന്താണല്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ നാട്ടിലെ ധനാഢ്യരുടെ അടുക്കൽ ചെന്നിട്ട് അവർ കൊടുക്കൽ അനിവാര്യമായ സക്കാത്തുകളെ ശേഖരിച്ചു കൊണ്ടും എന്നിട്ട് നാട്ടിലെ പാവപ്പെട്ടവർക്ക് വിഹിതം ചെയ്യും എന്നൊരൊറ്റ കാരണം കൊണ്ട് പിൽക്കാലത്ത് ഒരാൾ പോലും സ്വതക്ക സ്വീകരിക്കാൻ അർഹരല്ല, ഒരാൾ പോലും സ്വതക്ക കൈപ്പറ്റാൻ അർഹരല്ല. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, ഇന്നത്തെ കാലത്ത് ഒരു മിനിറ്റിൽ ലക്ഷങ്ങളും കോടികളും വാരുന്ന സമൂഹം, അവർക്ക് സ്വതക്ക കൊടുക്കാൻ സമയമില്ല. അവർ സക്കാത്ത് കൊടുക്കുക മറക്കുകയാണ്. എന്നിട്ട് എല്ലാ സമ്പത്തുകളും കൂട്ടിവെച്ചിട്ട് തന്റെ സമ്പത്തുകൾ മലീമസപ്പെടുത്തുകയാണ്. അങ്ങനത്തെ സമുദായത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന ഹും ലിസകാത്തി ഫായിലൂൻ. നാലാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കലാമായ ഖുർആനിലൂടെ പറയുകയാ,
വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ആ ഒരു വിഭാഗമുണ്ടല്ലോ, ആ ഒരു വിഭാഗം അവരുടെ ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിക്കുന്നവരാ. മഹാനായ ലോകം പടക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ അഴകുള്ള, ഏറ്റവും വലിയ മൊഞ്ചുള്ള അസ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതി അഴക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ച മഹദി സുലൈഖ റളിയല്ലാഹു അൻഹാ, സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നില്ലയോ? എന്നിട്ടും അവർ അല്ലാഹുവിനെ ഭയന്നില്ലയോ? അവരവരുടെ ഗുഹ്യാവയവത്തെ ഭയന്നില്ലയോ? അവർ തങ്ങളുടെ ദേഹീച്ഛയെ കാത്തു സൂക്ഷിച്ചില്ലയോ? അന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ആയതുപോലെ ഇന്ന് നമുക്കാകാൻ സാധിക്കണം. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, ഒരുത്തൻ അവന്റെ ഗുഹ്യാവയവത്തെയും ദേഹേച്ഛയെയും കാത്തു സൂക്ഷിച്ചാൽ അവന് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അവരാണ് സത്യവിശ്വാസികൾ, അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് വിജയം കൈവരിച്ചിരിക്കുന്നവർ, അവരാണ് നാളെ സ്വർഗത്തിൽ പോകേണ്ടവർ. നാഥൻ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ നെക്സ്റ്റ് കോഡ് ലെറ്റർ ജീം ഫ. Judges, please note code letter Tha on the stage.